യവന്മാര് കിടക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ആദ്യത്തെ സംഭവം. ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ്. രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? അല്ല, ഞാൻ ജാഗ്രത പുലർത്തിക്കോളാം. എന്നാലും ബീന കൂടി ശ്രദ്ധിക്കണം. എന്താ മോളെ, കുറുപ്പങ്കലിനെ മറന്നോ? ഓ, എത്ര സ്മാർട്ടായിരുന്നു. എന്തു പറ്റി ഇവൾക്ക്? എല്ലാരും കൂടി എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. അച്ഛനും മോനും കൂടി നാടകം കളിക്കാൻ വന്നിരിക്കുന്നു. പോകുന്നുണ്ടോ അവിടുന്ന്? എന്തെങ്കിലും നല്ല മരുന്നൊക്കെ കൊടുത്ത് ഉള്ള അസുഖം മാറ്റിയെടുക്കുക. മോള് ദേഷ്യപ്പെടണ്ട. കുറുപ്പങ്കല് പോവുക. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അച്ഛൻ താഴെയിരിക്കുക, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എനിക്ക് നിങ്ങളെ കാണണ്ട. യമനെ, എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ. ആകെ തന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്. അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കുകളുമില്ല. ആ, ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല. ഓക്കെ, കൂൾ ഡൗൺ. എനിക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടല്ലോ. അപ്പൊ ഉപ്പിടണ്ടേ? പിന്നെ പേന പേന മനസ്സിനെ വെളുത്തു അയ്യോ, ഇതെനിക്കുള്ളതല്ല. മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ. ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. വേനാ ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു കത്തുണ്ട്. എനിക്കോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താൻ പോസ്റ്റ് ഓഫീസിലെ ചെയ്യൂ, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. സിസ്റ്ററിനൊരു ലവ് ലെറ്റർ ഉണ്ട്. ഇതല്ല ഇതല്ല ഇതല്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. സിസ്റ്റർ, രാവിലെ ഇയാളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഓക്കെ, താങ്ക് യു. ഞാൻ യമുനയെ രക്ഷിക്കാൻ വന്നതാണ്.
സെൽ നമ്പർ G11-ലുണ്ട്. പ്രഭാകരൻ. ഈ സെൽ നമ്പർ G11 കിടക്കുന്നത് ആരാ? കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി. ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി. എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അണ്ടർസ്റ്റാൻഡ്? എനിക്കൊരു കത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാ കത്ത് ഞാൻ തിരിച്ചയക്കും. നീ എങ്ങോട്ടെങ്കിലും അയക്കേ. നിന്നോടല്ലടാ ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസ് ഞാൻ കത്തിക്കൂടാ. എന്താ ബുദ്ധി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ എത്തിക്കണോ? എന്താ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നോടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ വല്ലതും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം. ഗോപാലൻ വരട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? തേങ്ങ ഇവിടെ. അയ്യോ, എന്റെ തേങ്ങ ഇവിടെ. സാറ് ഒന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ആ, ഇന്ന് 5 മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷനൊക്കെ ലീലാമ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. ഞാൻ പറ്റേ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. പിന്നെ അതിനുശേഷം ഭ്രാന്തന്മാരുടെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. മിസ്റ്റർ പോൾരാജ് എന്താ ഈ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത്? അത് പിന്നെ ഞാൻ ആദ്യത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഭ്രാന്തായിരിക്കും. ഉം. നമ്മൾ നോർമലാണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും. ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും. ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ദീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി. അല്ല, കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ആവില്ല. എന്നാലും സിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ? കിട്ടണ്ടേ? ഇത് എന്നെ എത്ര പേര് റെക്കമെൻഡേഷൻ കൊണ്ടാ കിട്ടിയെന്നറിയോ? അല്ല, എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ധന്യനായി. ഈ പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായർ ആരാ? അയ്യോ, ഞാനല്ല, നീയല്ലേ? ഞാനായിരിക്കും. ഈ ഗേറ്റ് വിട്ട് ഒറ്റ ഒരുത്തിനും പുറത്തു പോകരുത്. ഈ ഗേറ്റ് വിട്ട് പുറത്തു പോകില്ല. ആ ഗേറ്റ് വിട്ട് എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ? എഴുത്തൊക്കെ ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ. താമ്പോ. ഹലോ, നീ ഇത് എവിടെ പോയി കിടക്കുക? എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. പുതിയ ഷർട്ടും വേണ്ടോ? കൊള്ളാമോ? സത്യം പറ, നീ പിന്നെ എമിനോട് അമ്മയുടെ ഒന്ന് പൈസ മേടിച്ചോ? നിന്റെ ബുദ്ധി അപാരം തന്നെ. വാങ്ങിച്ചു. അതെ, ഞാൻ എനിക്കൊരു 10 ജോഡി ഷർട്ടും പാന്റും വാങ്ങിച്ചു. നോക്കണ്ട, നിനക്കൊരു 2 ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്ക്, ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡറാക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ബീന. നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ? പരിചയമായി. ഇപ്പൊ ചെറിയ ലൈനുമായി. ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റ്. ഈശോയെ, മതി, കോമഡി നിർത്ത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. മദ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൂട്ടിക്കാം. കൃത്യം 12 മണിയാകുമ്പോൾ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്തു വരാം. ആ ബീനയുടെ സഹായം കൂടി നമുക്ക് വേണ്ട, ആരുടെ സഹായവും വേണ്ട. ഓണത്തിനടയിൽ അവരൊരു പൂട്ട് വെച്ചോടും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്.
കൂട്ടുകാരൻ നോർമലായി വരുന്നുണ്ടല്ലോ. എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ. അല്ല, എന്താ അത്? രോഗം പൂർണ്ണമായിട്ട് ഭേദമായാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ കാറിന്റെ അയ്യോ, യമുനയല്ലേ? ഞാനാണ് പോസ്റ്റ്മാൻ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്തയച്ചത്. സെൽ നമ്പർ G11 കിടക്കുന്ന പ്രഭാകരൻ. really? അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യമുനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കുട്ടി ഇതിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. 12 മണി കഴിയുമ്പോൾ ഞാൻ വരും. റെഡി ആയിരിക്കണം. ഇപ്പൊ ഏതായാലും നോർമൽ ആയിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. പിൽസ് കണ്ടിന്യൂ ചെയ്യട്ടെ അല്ല ഡോക്ടർ? അത് മതി. ഞാൻ താഴെ ഉണ്ടാകാം. ഡോക്ടർ അങ്ങോട്ട് വരില്ലേ? ശരി വരാം. ഓക്കെ. തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന്? തേങ്ങും തേങ്ങായൊക്കെ വരുന്നതിന് മുമ്പേ തെങ്ങോടുകൂടി ഒരു തേങ്ങായാ വന്നത്. Stupid. ഓഹോ, നീ അത്രയ്ക്കായോ? നിന്നെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. You bloody. ആ ലീലാമേ, ഈ പേഷ്യന്റിനെ വേഗം ഷോക്ക് റൂമിലേക്ക് കൊണ്ടുവരൂ. അറ്റൻഡേഴ്സിനെ വിളിക്ക്, വേഗം വേണം. താനെന്താണോ ഇവിടെ? ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലിന് 16 പൊൻപടം കൊടുത്തവൻ ചന്തു മാറ്റ ചുരിക ചോദിച്ചപ്പോ എന്താ? ചേട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ആരോ തീരിക്കുന്നു. അവന്മാരെ കത്തിക്കാൻ പോകുന്നു. ഇവന് കുറച്ച് കൂടുതലാ. ഒരു ഷോ കൊടുത്താലേ ശരിയാവുള്ളൂ. സൺ ഓഫ് ബിച്ച്. അവളെ പിടിച്ച് സെല്ലടക്കണോ? ഷോക്ക് റൂമിലേക്ക് കൊണ്ടുവരൂ. എനിക്ക് പാടില്ല, എനിക്ക് പാടില്ല. എല്ലാം ഞാനിപ്പോഴും അറിഞ്ഞു സാറേ. ബഹളമൊന്നും ഉണ്ടാക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതെങ്ങനെയാ? മനസ്സ് നിറയെ നാടകമല്ലേ? മലമ്പുഴയിലൊരു കടം കഥ എന്ന നാടകത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേ? കുഞ്ഞിരാമ, എനിക്കൊരു സഹായം ചെയ്തു തരൂ. എന്താ സാറേ? എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമന് കഴിയോ? അത് വേണ്ട സാറേ. അത് നാടകലോകത്തിനൊരു തീരാ നഷ്ടമായിരിക്കും. ശരിക്കും അസുഖം മാറിയിട്ട് സാറ് പോയാൽ മതി. എനിക്ക് യാതൊരു അസുഖമില്ല കുഞ്ഞിരാമ. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുക. ഈശ്വര, ഷോക്ക് കൊടുത്തപ്പോ അസുഖം കൂടിയോ? ഞാൻ പറയുന്നത് വിശ്വസിക്കും കുഞ്ഞിരാമ. ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഏത് കുട്ടിയെ? മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുനയെ. നല്ല കുട്ടിയാണല്ലേ. തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് നോർമലായല്ലേ?
കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അത് നമ്മൾ കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും മരുന്നിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാനേ തരാൻ പറയാം. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. പ്രഭേ, എല്ലാം ഞാൻ അറിഞ്ഞു. കളി കാര്യമായ മട്ടാണല്ലോ പ്രഭേ. കാശും വേണ്ട, യമുനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് ശരിയാവില്ല പോൾ. കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര നീക്കിയ സ്ഥിതിക്ക്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓപ്പറേഷന്റെ 2ാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? ബീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത്. കാര്യം പറയൂ. 11ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അസുഖവുമില്ല. ഇതെന്ത് പറ്റി? അവിടെ കിടന്ന് കറങ്ങി കറങ്ങി അസുഖം ശരിക്കും പിടിച്ചോ? അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത്. അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അതേ പറയൂ. എന്നാൽ ഞാൻ പറയുന്നു അവന് ഭ്രാന്തില്ല. അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെയുണ്ട്. 4ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച് അവനവിടെ കഴിയുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കുവോ? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? ആനകറ മലയിലെ ആടുകറ മലയിലെ എന്തോ കേറി വരുന്നു. മാറിച്ചോണ്ട് തേങ്ങാക്കൊല ഉണങ്ങി കിടക്കുക. വെട്ടി അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലേ തേങ്ങ വീട്. അയ്യോ, ഓടിവായോ. പാവം തെങ്ങേറ്റക്കാരനായിരുന്നു. തേങ്ങ ഇട്ടപ്പോ ഒരെണ്ണ ഒരു കുട്ടിയുടെ തലയിൽ വീണു. കുട്ടി ചത്തുപോയി. അന്ന് ഉടങ്ങിയതാ. വിമൻസ് കോളേജിൽ ലെറ്റർ കൊടുത്തിട്ട് വരട്ടെ. പെണ്ണുങ്ങൾക്ക് ലെറ്റർ കൊടുത്താണല്ലോ ഈ പരുവത്തിലായത്. നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. റുക്ക പട്ടുകേലിയെ ഖേദ് ഹേ. അയ്യോ 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 അയ്യോ. സാറേ, മോഹച്ചുള്ള പക്ഷിയിലെ നരേന്ദ്രനാഥ് അത് വേണ്ട സാറേ. ക്ഷമ ചോദിക്കാൻ ആൻസി എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. സാറ് നീ പോവാണല്ലേ? നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. കഴിവറടാ മോനെ. മിണ്ടരുത്. മിണ്ടും. മിണ്ടാതെ അവിടെ ഇരുന്നോളണം. നീ പോയി അവിടുന്ന്. നീ വലിയ പുണ്യാഹത്തൊന്നും ചമയണ്ട. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ആരോട് ചോദിച്ചിട്ടാണ് സെല്ലിൽ കിടന്ന യമനെ പുറത്തു കൊണ്ടുപോയത്? ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകാറുള്ള ഡോക്ടർ. മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഡോക്ടറുടെ കസിനല്ലേ. നോക്ക്, ഹോസ്പിറ്റലിനകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല. ഡോക്ടറും പേഷ്യന്റുമാണ്. യമുന മതിൽ ചാടി പുറത്തു പോയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട. പൊയ്ക്കോ. സ്പോർട്സിനുള്ള മെരിറ്റ് ഒന്നും ഇതിനകത്ത് വേണ്ട. മതിലുചാടി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ?
ഇനി ഈ സെല്ല് വിട്ട് നീ പുറത്തു പോവില്ല. എന്ത് പറ്റി സിസ്റ്റർ? കയ്യിൽ നിന്ന് വിട്ടുപോയതാ. സൂക്ഷിക്കണേ, കൈ മുറിയും. യമുനയ്ക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണമെന്നില്ലേ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുമായിരുന്നില്ലേ? ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലേ? വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് കൊണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത്? സോറി യമുനെ, യമുനെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു. അറിഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാനുള്ളൊരു ടെസ്റ്റ്, അതാണ് ഈ കണ്ടത്. യമുനെ രക്ഷിക്കാൻ വന്ന പ്രഭാരനും സെല്ലിലാണ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് സിസ്റ്റർ. ആഹാ, സിസ്റ്റർ നിൽക്കുകയാണോ? ലീലാമ്മ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ട്. മേൽവാർഡിൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. വേഗം ചെല്ലു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ബീനയോട് തുറന്നു പറഞ്ഞു. ബീനയോടോ? അതെ, ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. അതുകൊട്ടെ, ഇന്നലെ നീ എവിടെയായിരുന്നു? അല്ലയ, സത്യം പറയാമല്ലോ, ഞാനും ബീനയും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിരുന്നു. ഔട്ടിങ്ങോ? ബീനയായിട്ടോ? അയ്യോടെ ചൊക്ക, ഞാനൊരാൾ ഇതിനകത്ത് ഇവിടെ നരയിക്കുന്നു, അപ്പൊ ഒരു ഔട്ടിങ് കഴിവേറി. അവൾക്ക് എന്നെ പറ്റി ഇപ്പോ ഭയങ്കര അഭിപ്രായമാ. നീ എന്നെ വഴക്ക് പറയരുത്. അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എനിക്ക് സ്വല്പം ചീപ്പാകേണ്ടി വന്നു. മനസ്സിലായില്ല. ഞാൻ സിനിമാ സ്റ്റൈലിൽ ഒരു പാട്ട് പാടി. സ്റ്റെപ്പൊന്നും അറിഞ്ഞുകൂടെങ്കിലും അല്പം ഡാൻസും ചെയ്തു. ഡാൻസ് ചെയ്യുന്നൊരു ചളക്ക്. ഡാൻസ് ചെയ്യാൻ നീ ആര്? മൈക്കിൾ ജാക്സനാ? കളിയാക്കാതെ. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണോ? എനിക്കൊരു പുല്ലും കേൾക്കണം. അത് പറ്റില്ല. നീ കേൾക്കണം.